ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 34, പേജ് നമ്പർ 520. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷസി യുക്തൈവ മാത്മാനം മത്പരായണഃ. പദാനുപദം. മന്മനാ എന്നിൽ തന്നെ മനസ്സുറച്ചവനായി, മദ്ഭക്തഃ എൻ്റെ ഭക്തനായി, മദ്യാജി എന്നെ ആരാധിക്കുന്നവനായി, ഭവ ഭവിക്കുക, മാം എന്നെ, നമസ്കുരു നമസ്കരിക്കുക, ഏവം ഇപ്രകാരം, മത്പരായണഃ മത്പരായണനായി, ആത്മാനം നിന്റെ ആത്മാവിനെ, യുക്ത്വാ മുഴുകിച്ചിട്ട്, മാം ഏവ എന്നെ തന്നെ, ഏഷ്യസി നീ പ്രാപിക്കും. വിവർത്തനം. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നതുകൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഭാവാർത്ഥം. മലിനമായ ഈ ഭൗതിക ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാവാൻ കൃഷ്ണാവബോധമല്ലാതെ മറ്റുപായങ്ങളില്ലെന്ന് ഈ ശ്ലോകം ഊന്നി പറയുന്നു. ചില തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാർ വ്യക്തമായ ഈ അർത്ഥത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവസേവനങ്ങളും ഭക്തിപൂർവം ഭഗവാൻ കൃഷ്ണൻ അർപ്പിക്കേണ്ടതാണെന്നാണ് ഈ പദ്യത്തിൻ്റെ സാരം. നിർഭാഗ്യവശാൽ മേൽപ്പറഞ്ഞ കൂട്ടർ തീരെ അപ്രായോഗികമായ വഴിക്കാണ് വായനക്കാരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നത്. കൃഷ്ണനും കൃഷ്ണൻ്റെ മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. വെറുമൊരു മനുഷ്യനല്ല കൃഷ്ണൻ, പരമസത്യമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാണ്. നിരപേക്ഷനാണ് കൃഷ്ണൻ. ചൈതന്യ ചരിതാമൃതത്തിന് എഴുതിയ അനുഭാഷ്യം എന്ന ടിപ്പണിയിൽ ആദ്യലീല 5:41-48, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി കൂർമ്മപുരാണത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ദേഹദേഹി വിഭേദോയം നേശ്വരേ വിദ്യതേ ക്വചിത്.
ഈശ്വരനായ കൃഷ്ണനിൽ ദേഹം, ദേഹി എന്നിങ്ങനെ ഭേദങ്ങളില്ല എന്നർത്ഥം. എന്നാൽ കൃഷ്ണനെക്കുറിച്ചുള്ള ഈ ശാസ്ത്രം സാധാരണ ഭാഷ്യകാരന്മാർക്കറിയില്ല. അവർ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ വിഭജിക്കുകയാണ്. കൃഷ്ണനെക്കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയാണിതെങ്കിലും ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നതിലൂടെ ചിലർ മുതലെടുക്കുന്നു. ആസുര സ്വഭാവികളായ ചിലരുണ്ട്. അവരും കൃഷ്ണനെപ്പറ്റി ചിന്തിക്കുന്നു. കൃഷ്ണൻ്റെ മാതുലനായ കംസൻ ചെയ്തിരിക്കുന്നതുപോലെ ഈർഷ്യയോടെ. കംസൻ വൈരിയെന്ന നിലയിലാണെങ്കിലും കൃഷ്ണനെ സദാ ഓർമ്മിച്ചു പോന്നു. എപ്പോഴാണോ കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരുന്നതെന്ന് ഭയാക്രാന്തനായിരുന്നു ആ രാജാവ്. അങ്ങനെയുള്ള സ്മരണ നമ്മെ സഹായിക്കില്ല. പ്രേമഭക്തി പുരസരമാവണം കൃഷ്ണനെ സ്മരിക്കുന്നത്. അതാണ് ഭക്തി. കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് നിരന്തരം വളർത്തിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? അത് വിശ്വസ്തനായ ഗുരുവിൽ നിന്ന് പഠിക്കണം. പരമപുരുഷനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണെന്ന് പലതവണ നാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെക്കുറിച്ചുള്ള ഇത്തരം സംഭാഷണങ്ങൾ ഒരാളിൽ ഭക്തിയുളവാക്കാൻ സഹായിക്കും. എന്നാൽ ശരിയായ സ്രോതസ്സിൽ നിന്നല്ലാതെ കൃഷ്ണനെ മനസ്സിലാക്കുന്നത് നിഷ്ഫലമാണ്. അതിനാൽ ഭക്തൻ കൃഷ്ണൻ്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സൂന്നണം. കൃഷ്ണൻ്റെ പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവന കർമ്മങ്ങളിലേർപ്പെടണം. കൃഷ്ണാരാധനയ്ക്കുതകുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നൂറായിരക്കണക്കിനുണ്ട്. അവിടെയെല്ലാം ഭക്തി സേവനവും അനുഷ്ഠിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന് പ്രണാമം അർപ്പിക്കണം. വിഗ്രഹത്തിനു മുന്നിൽ തലകുനിക്കുകയും തൻ്റെ ശരീരത്തെയും മനസ്സിനെയും കർമ്മങ്ങളെയുമെല്ലാം കൃഷ്ണാർപ്പണമായി തീർക്കുകയും വേണം. അങ്ങനെ വ്യതിചലിക്കാത്ത വിധം കൃഷ്ണനിൽ സ്വയം മുഴുകിയിരിക്കാൻ കഴിയും. ഇത് കൃഷ്ണലോകപ്രാപ്തിക്ക് സഹായിക്കും. തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാരെ പിന്തുടർന്ന് വഴിതെറ്റിപ്പോകരുത്. കൃഷ്ണകഥകളുടെ ശ്രവണം, കീർത്തനം മുതലായ 9 പ്രക്രിയകളിലേർപ്പെടണം. ഭക്തിഭരിതമായ ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിൻ്റെ അത്യുത്കൃഷ്ടമായ നേട്ടം. ഗവേഷണപരമായ ജ്ഞാനം, അഷ്ടാംഗയോഗം, കാമ്യകർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമായ ശുദ്ധഭക്തി സേവനത്തെയാണ് 7ഉം 8ഉം അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. തികച്ചും പരിശുദ്ധി നേടാത്തവർ നിരാകാര ബ്രഹ്മജ്യോതിസിലും സ്ഥാനീയ പരമാത്മാവിലും ആകൃഷ്ടരായി പോകുന്നു. എന്നാൽ ശുദ്ധഭക്തൻ നേരിട്ട് ഭഗവാനെ സേവിക്കുന്നു. കൃഷ്ണനെപ്പറ്റി സുന്ദരമായൊരു കവിതയുണ്ട്. ദേവാരാധകരെല്ലാം മൂഢന്മാരാണെന്നും അവർക്കൊരിക്കലും കൃഷ്ണൻ്റേതായ അത്യുത്കൃഷ്ടോപഹാരം നേടാനാവില്ലെന്നും അതിൽ വ്യക്തമാക്കുന്നു. ആരംഭത്തിൽ ചിലപ്പോൾ ഒരു ഭക്തൻ ഉന്നത നിലവാരത്തിൽ നിന്ന് താഴെ വീണേക്കാം. എങ്കിലും ആ നിലയിലും എല്ലാ തത്വചിന്തകരെക്കാളും യോഗികളെക്കാളും ഉത്കൃഷ്ടനാണയാൾ. എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളെ ശരിയായ സാധുവായി തന്നെ കരുതണം. ഭക്തനു ചേരാത്ത പ്രക്രിയകൾ യാദൃച്ഛികമായി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്രമേണ അത്തരം പിഴകൾ ചുരുങ്ങിവരും. സംശയമന്യേ ഭക്തൻ തികച്ചും പൂർണ്ണത നേടുകയും ചെയ്യും. വാസ്തവത്തിൽ തികവുറ്റ ഭക്തന് വീഴ്ച പറ്റുന്നതെളുപ്പമല്ല. ഭഗവാൻ സ്വയം തൻ്റെ ഭക്തന്മാരെ കാക്കുന്നുണ്ടല്ലോ. ബുദ്ധിമാനായ മനുഷ്യൻ നേരെ കൃഷ്ണാവബോധ പ്രക്രിയയിലേർപ്പെടുകയാണു വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തുഷ്ടനായി ജീവിക്കാം. അവസാനം കൃഷ്ണൻ്റെ ഉത്കൃഷ്ടോപഹാരം നേടുകയുമാവാം.
രാജവിദ്യ രാജഗുഹ്യ യോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.